ഹലോ എക്സാമിനർ +2 ഫാമിലി. ഇപ്പോൾ മക്കളെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടത് ശരിയാണ്. ഈ വർഷം +1 നിന്ന് +2 പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 2024 നീറ്റ് പരീക്ഷ എക്സാമിനർ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ ഇത് എങ്ങനെയാണ് പോസിബിൾ ആവുക? മക്കളെ അത് പോസിബിൾ ആണ്, എക്സാമിനർ അത് ചെയ്തിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വിഷയം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, തീർച്ചയായും എന്ത് ചെയ്യുക, ഈ വീഡിയോ അവസാനം വരെ കാണാം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഇത്. മക്കളെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഈ വർഷം 2024 നീറ്റ് പരീക്ഷ ഓൾറെഡി കഴിഞ്ഞു. അതിൽ +1 സിലബസും +2 സിലബസും രണ്ടും കൂടി ചേർത്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി +2 കടന്ന വിദ്യാർത്ഥികൾക്ക് +2 സിലബസിന് ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് +1 ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് +1 അറിയാം. അപ്പോൾ എക്സാമിനർ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഞായറാഴ്ച 12-ാം തീയതി എക്സാമിനർ നീറ്റ് 2024 ഒരു പരീക്ഷ നടത്തുന്നുണ്ട്. ആ പരീക്ഷയിൽ ഈ വർഷം 2024 ഒഫീഷ്യൽ നീറ്റ് എക്സാമിലെ +1 സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ പിക്ക് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ചോദിക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷയാണ് എന്ന് മാത്രമല്ല, അത് നീറ്റിൽ ആക്ച്വലി വന്ന നീറ്റ് ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം? വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് നീറ്റ് എക്സാമിൻ്റെ ആക്ച്വൽ ലെവൽ മനസ്സിലാവും. 2, നിങ്ങൾക്ക് എന്താണ് റിവൈസ് ചെയ്യാനും നിങ്ങളുടെ ലെവൽ കണ്ടുപിടിക്കാനും. അതായത് ആക്ച്വൽ നീറ്റ് എക്സാം +1 സിലബസ് ബേസ്ഡ് മാത്രമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെങ്കിൽ, ഇപ്പോൾ എഴുതാൻ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്കോർ നേടാൻ പറ്റും, നിങ്ങളുടെ ലെവൽ എത്രയാണ്, നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടും, അതുവഴി നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യണം, ഇനി എത്രത്തോളം പ്രിപ്പയർ ചെയ്താലാണ് നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ടാകുന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ ഗേജ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ് അത്. മൂന്നാമത്തെ കാര്യം, ഇത് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. എക്സാമിനറിലെ ഓൾറെഡി ബാച്ചിൽ പഠിക്കുന്ന പൃഥ്വി ബാച്ചിൽ നിന്ന് +2 വേദ ബാച്ചിലേക്ക് മൂവ് ചെയ്ത കുട്ടികൾക്കും, അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും, കേരളത്തിലെ ഏത് കുട്ടികൾക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ ഫീസ് എന്താണ്? 0 rupees. ഇതിന് നിങ്ങൾ ഫീസ് അടക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ആകെ രജിസ്റ്റർ ചെയ്യുക, ഞായറാഴ്ച വരെ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വീണ്ടും ആവർത്തിക്കുന്നു, നീറ്റിൽ ആക്ച്വലി വന്ന അതേ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ പരീക്ഷ വെറുതെ വന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ തീർച്ചയായും ഇതിന് വേണ്ടി കുറച്ച് തയ്യാറെടുപ്പുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കണം. അതായത് റിവിഷൻ നിങ്ങൾ ചെയ്യണം. ഏത് സിലബസ്? +1 സിലബസ് മാത്രം നിങ്ങൾ റിവൈസ് ചെയ്താൽ മതിയാവും. അത് റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രീ നീറ്റ് നമ്മൾ ഈ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു +1കാർക്ക് വേണ്ടി മാത്രം. ആ പ്രീ നീറ്റ് പരീക്ഷയുടെ അതിന് വേണ്ടി പോയ റിവിഷൻ ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത് മാത്രം റിവൈസ് ചെയ്താൽ മതി. അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ. നിങ്ങൾ എക്സാമിനറിൽ +1 ഓൾറെഡി നീറ്റ് പഠിച്ച ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ച കുട്ടികളാണ്, നിങ്ങൾ തീർച്ചയായും നിങ്ങൾ DPPs പ്രാക്ടീസ് ചെയ്യുക. കാരണം ഈ വർഷത്തെ എക്സാം പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ അതേ DPPs, ആ DPPs വെച്ച് മാത്രം എന്താണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പം നിങ്ങൾ DPPസും പിന്നെ വേണമെങ്കിൽ മാത്രം എക്സ്ട്രാ നിങ്ങൾ പ്രീ നീറ്റ് പ്ലേലിസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, ഫാസ്റ്റൊക്കെ ആയിരുന്നു കാണാം. പക്ഷേ മോസ്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓൾറെഡി ബാച്ചിൽ പഠിച്ച കുട്ടികളാണ്, നിങ്ങളുടെ +1 കംപ്ലീറ്റ് DPPs ഈ ഒരു ആഴ്ച കൊണ്ട് നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പരീക്ഷ ഓൺലൈൻ മോഡായിരിക്കും നടക്കുക, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ലിങ്ക്, രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും അടുത്ത വീഡിയോസിലായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യമുള്ളത്, നിങ്ങൾക്കിതിൽ ഒരു മിസ്സായല്ലോ, നിങ്ങൾക്കിതിൽ ചീറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി എന്താണ് നിങ്ങൾക്ക് നീറ്റ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആക്സസ് ചെയ്യാം, അതിന് ആൻസർ കീ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ വേണേൽ ഫുൾ മാർക്ക് വാങ്ങാം, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെ വാങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകുന്നില്ല. കാരണം ഇതിന് ക്യാഷ് പ്രൈസ് ഒന്നുമില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ഒരു സ്കോർ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അത് ഡിസേർവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്രേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചീറ്റ് ചെയ്യാൻ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾക്കിത് ശരിക്കും നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ വർഷത്തെ നീറ്റ് പരീക്ഷ പേപ്പർ ഡൗൺലോഡ് ചെയ്യരുത്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും കാണരുത്. ക്വസ്റ്റ്യൻസ് ഉള്ള വീഡിയോസ് കാണരുത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉള്ള ആൻസർ കീയോ സൊല്യൂഷൻസ് അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ആകെ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. എന്നിട്ട് ഓണസ്റ്റ്ലി വന്ന് ഈ പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവലിൽ നിങ്ങൾക്ക് ഗേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു ശരിക്കത്തെ നീറ്റ് എക്സാം എഴുതേണ്ട എല്ലാവിധം പ്രിപ്പറേഷൻസിലൂടെ നിങ്ങൾ അണ്ടർഗോ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഒരു ശരിക്കത്തെ നീറ്റ് എക്സാം എഴുതുന്ന ഒരു ആസ്പിരൻറ്റ് ആ പരീക്ഷയ്ക്ക് മുൻപ് 2 മാസം മുൻപ് സിലബസ് തീർത്ത് 2 മാസം കംപ്ലീറ്റ് റിവിഷനൊക്കെ ചെയ്തിട്ടായിരിക്കും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ഫെസിലിറ്റിയുള്ള ആ ഒരു സമയം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്കോർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും എന്തല്ല, നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതിയാൽ അത്രേ കിട്ടുള്ളൂ എന്നല്ല. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ ഈ പൊട്ടൻഷ്യൽ ഇത്രയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത്രയും നിങ്ങൾക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു കാര്യം, ആ ഒരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. സോ എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെ
എൻ്റെ അഡ്വൈസ് മക്കളെ. നിങ്ങൾക്കും ഇത് എക്സൈറ്റിംഗ് ആയി തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ഒരു ചലഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾ, രജിസ്ട്രേഷൻ, എക്സാമിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും അടുത്ത ദിവസങ്ങളായിട്ട് വീഡിയോസിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഇൻ ദിസ് ചാനൽ മക്കളെ. ഓൾ ദി ബെസ്റ്റ്.